അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് സഫീർ വളരെയധികം സങ്കടകരമായ രീതിയിൽ കാണപ്പെട്ടു. ആഷി ഉസ്താദ് ചോദിച്ചു, സഫീർ, ആ എന്താ സഫീർ ഇങ്ങനെ വിഷമിക്കുന്നത്? വീട്ടിലേക്ക് വിളിച്ചപ്പോൾ തുടങ്ങിയതാണല്ലോ ഈ ഒരു ടെൻഷൻ. ഒന്നുമില്ലടാ, എന്താ ചെയ്യുക, എനിക്ക് എന്താ നീ പറ, എന്ത് കാര്യം? തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചായിരുന്നു അവൻ ചിന്തിച്ചത്. എൻ്റെ ജ്യേഷ്ഠൻ, അത് സാറിലടാ, അപ്പോഴത്തെ ഇതിനെന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പക്ഷേ എന്നെ എന്ത് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. റിസ്വാന വക്കീൽ അവളെ ഉപദ്രവിക്കുന്നതോ അവൾ എന്തെങ്കിലും പറയുന്നതോ എനിക്ക് ഇഷ്ടമല്ല. എന്താ എന്താ അവൻ്റെ പ്ലാന്? എന്താണ് അവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അത് റിസ്വാന വക്കീലിനെ എൻ്റെ ജ്യേഷ്ഠനെ കല്യാണം കഴിക്കണം അത്രേ, അതാണ് പറഞ്ഞത്. ശരിക്കും ആഷി ഉസ്താദ് തന്നെ ഞെട്ടിപ്പോയി. എന്ത് പറഞ്ഞത്? അവന് ഒരു പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്ത് പകുതി ജീവനായി ഇട്ടേക്കാണ്. എന്നിട്ടിപ്പോൾ അതെ, എൻ്റെ ജ്യേഷ്ഠൻ അത്ര ഒരു സ്വഭാവമാണ്, എന്താ പറയുക, അത്രക്കൊരു ക്രൂരമായ. ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ലടാ സത്യമായിട്ടും. ഒന്നും സാരല്ല, ഒക്കെ ഇൻഷാ അല്ലാ റെഡി ആയിക്കോളും. എന്താന്നില്ലേ. എന്നാൽ ആഷി ഉസ്താദിനും അത് വല്ലാത്തൊരു ഷോക്കായി മാറി. കാരണം ഒന്നിനും മടിക്കാത്തവനാണ് ജസീർ. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ ഉപ്പയെ വിളിച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ധരിപ്പിക്കണം എന്നതായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആഷി ഉസ്താദ് നേരെ അതാ റിസ്വാന വക്കീലിലെ ഉപ്പാക്ക് വിളിക്കുന്നു. ഹലോ ഉപ്പ. മോനെ, എന്തൊക്കെയുണ്ട്? സുഖമാണ് അൽഹംദുലില്ലാ. മോനെ, ഞാൻ മോനോട് ആ കാര്യം പറയാൻ നിൽക്കായിരുന്നു. എന്തോപ്പാ? മറ്റേ കല്യാണം അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നിമിഷം ആഷി ഉസ്താദ് ഞെട്ടിപ്പോയി. അത് അതേ മോനെ, ആദ്യം അവർ വന്നിരുന്നല്ലോ, അതത്ര പോരാ, അത് വേണ്ടെന്ന് വെച്ചു. എന്തായാലും മോന് പറഞ്ഞ ആ ഒരു ദീനിയായൊരു ദീൻ പഠിക്കുന്നൊരു മോനുണ്ടല്ലോ സഫീർ, അവനുമായി നമുക്ക് ഇൻഷാ അല്ലാ ആലോചിക്കാം. ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട ആഷി ഉസ്താദ് ശരിക്കും ഞെട്ടി സന്തോഷത്തോടു കൂടെ, ഉപ്പ അതെ, എന്നാൽ ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിൽ മറുഭാഗത്ത് ദുഃഖമായിരുന്നു. എന്നാൽ ആ പിതാവ് പറഞ്ഞു, മോനെ, എന്തൊക്കെ തന്നെയാലും ഞങ്ങൾക്ക് അവനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇൻഷാ അല്ലാ കണ്ട് നമുക്കങ്ങ് ഉറപ്പിക്കാലോ. എന്നാൽ ആഷി ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിപ്പോയി. എങ്ങനെയെങ്കിലും പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിക്കണം. റിസ്വാന വക്കീലിന് ഇഷ്ടമാണ്, അതെനിക്കറിയാം. റിസ്വാന വക്കീലിനെയും സഫീറിനെയും കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കണം. ഉപ്പ, ഞാൻ വിളിക്കാം കേട്ടോ. എന്നാൽ ആ ഉപ്പാക്ക് അല്പം ടെൻഷൻ തോന്നി. എന്താപ്പം അങ്ങനെ പറഞ്ഞത്? അവർ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്ക് പുതിയാപ്പിളമാരെ കിട്ടാനിട്ടല്ല, ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ എൻ്റെ കുട്ടി പറഞ്ഞൊരാഗ്രഹം, അത് അവളൊന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിലേ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവളോടൊന്ന് പറയാം, അതായിരിക്കും നല്ലത്. എന്നാൽ മോളെ വിളിക്കുന്നു. മോളെ. ഉപ്പ. മോളൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് ഉപ്പ. എന്നാൽ അവൾക്ക് ഭയം തോന്നി. ഉപ്പ, ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കഴിച്ചിലായതേ ഉള്ളൂ, ഇനി മറ്റൊരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടണോ? മോളെ, ഇത് നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. എന്നാൽ ഒരിക്കൽ പോലും അറിഞ്ഞില്ല സഫീറാണ് അവളെ നിക്കാഹ് കഴിക്കുവാൻ ഒരുങ്ങുന്നതെന്ന്. ഉപ്പ, ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ ഉപ്പ? എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ അങ്ങനെ എന്തേ ഉണ്ടേ തുറന്നു പറഞ്ഞോ. വേണ്ടുപ്പ, തൽക്കാലം ഞാനിതിപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാ കുറച്ചുകൂടി കഴിയട്ടെ. ഒരു വർഷം കൂടെ കഴിയട്ടെ, എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ. മോളെ, അതിന് മുമ്പായിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് നല്ലതല്ലേ? പക്ഷെ മോളെ, ഞാൻ ഈ പറഞ്ഞ ബന്ധം നല്ലതാണ്. ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഏതാണ് എനിക്ക് കണ്ടെത്തി തരുന്നത്? അത് ഞാൻ സ്വീകരിച്ചോളാം. മോളുടെ ഇഷ്ടമുണ്ടോ അതിനെ? ഉപ്പ, എൻ്റെ ഉപ്പയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം. സഫീറിനെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഉപ്പ പറയുന്നത് സഫീറിനെ തന്നെയാണ് എന്നുള്ള കാര്യം മകൾ അറിയുന്നേയില്ല. അവളെല്ലാത്തിലും നിശബ്ദമായി നിന്നു. അതെ, നാട്ടിലേക്ക് പോകണം, നാട്ടിലെ കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതെ, അവൻ ഷാനു, അവൻ്റെ ഉമ്മയും അവനും അവിടെയാണ് കഴിയുന്നത്. അവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിക്കണം. കഴിയുന്ന കാലത്ത് നല്ല സഹായം ചെയ്യണം. എന്നാൽ എങ്ങനെയും എത്രയും പെട്ടെന്ന് പുതുമണവാളൻ തൻ്റെ മകളെ കാണാൻ വരട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. നേരെ ആഷി ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ
ആ മോനെ പിന്നെ മോളെ കാണാൻ വന്നോളൂ ട്ടോ. അതായത് ഓള് പറഞ്ഞത് എൻ്റെ ഉപ്പയുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നോളാം എന്നൊക്കെ തന്നെയാണ്. അല്ല അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ വരി, കണ്ട് ഇഷ്ടപ്പെട്ടാലേ ആക്കാലോ. അതെ, അവർ ഈജിപ്തിൽ നിന്ന് അവിടേക്ക് പെണ്ണ് കാണാൻ വരികയാണ്. കാറിനാണെങ്കിൽ അത്യാവശ്യം ഓടണം, ഫ്ലൈറ്റിനാണെങ്കിൽ കുറച്ച്. എന്തൊക്കെ തന്നെയാലും അവർ ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം. അവർ പറഞ്ഞു നമുക്ക് എന്തായാലും കുറച്ച് ലീവുള്ളതല്ലേ, തൽക്കാലം നമുക്ക് ഫസ്റ്റ് കാർ മാർഗം തിരഞ്ഞെടുക്കായിരിക്കും നല്ലത്. അതായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷന് നല്ലത്. എന്തൊക്കെ തന്നെയായാലും നമുക്ക് യാത്രകൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാലോ. അല്ലെങ്കിലും യാത്രകളും സ്ഥലങ്ങൾ കാണുവാനൊക്കെ ഒത്തിരി ഇഷ്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കാർ മാർഗം രണ്ടാളും അതാ റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്ക്, അതായത് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തേക്ക് പുറപ്പെടുകയാണ്, കുവൈറ്റിലേക്ക്. എന്നാൽ നമ്മുടെ സഫീറിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നില്ല. അവൻ സങ്കടപ്പെടുകയായിരുന്നു. എന്താ സഫീർ നീ ഇങ്ങനെ? അല്ല ഷീ, അതിപ്പോൾ കാണാൻ പോയിട്ട് സമ്മതിക്കുമോ എൻ്റെ വീട്ടുകാരതിന്? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആഷി, അവളെ ഒത്തിരി ഇഷ്ടമാണ്. സമ്മതിക്കുമോ എന്നെ? അതിനെന്താ, സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. പിന്നെ ഒരുപാട് ഇഷ്ടങ്ങൾ അങ്ങനെ നോക്കണമെന്നില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാൻ നിൻ്റെ ഉമ്മ നല്ലൊരു ഉമ്മയാണെങ്കിൽ സമ്മതിക്കും. പക്ഷേ ഉമ്മ മറ്റു പലതൊക്കെ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ജസീറിൻ്റെ കാര്യത്തിലും പ്രശ്നമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് അത് അലൗഡല്ല, അത് നല്ലതായിരിക്കില്ല, സേഫ് ആയിരിക്കില്ല. തീർച്ചയായും നിങ്ങൾ മറ്റൊരു രീതിയിൽ താമസിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മയുടെ സ്വഭാവമൊക്കെ ക്ലിയർ ആയി നന്നായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ഒരിക്കലും ഞാൻ തെറ്റേ രീതിയിൽ പറയല്ല. പിന്നെ എന്താ ചെയ്യുക, എന്തായാലും അവളെ കിട്ടിയ ഉപദ്രവിക്കും മറ്റോന്. പിന്നെ വീട്ടിൽ അങ്ങനെ ഒരു ആളുണ്ടാവുമ്പോഴേ ഭയമല്ലേ. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ വിഷമവും ദുഃഖവും എല്ലാം ഉണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനമില്ല. എന്നാൽ ഒരിക്കൽ കൂടി ഉമ്മയോടൊന്ന് ചോദിച്ചാലോ? വേണ്ട, ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിന്നെ പറ്റിയങ്ങ് വിലയില്ലാതാക്കും. ഇന്നലെ ചോദിച്ചില്ലേ, അത് തന്നെ ധാരാളം. ആഷി ഉസ്താദിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ്, നിക്കാഹ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായിരുന്നു അവരുടെ പ്രതികരണം? എന്തൊക്കെയോ പറച്ചിലായിരുന്നു. അതുകൊണ്ട് ഇനി വേണ്ട, അവൻ രണ്ടും കൽപ്പിച്ചു. അങ്ങനെ അത് റിസ്വാന വക്കീലിനെ പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഷി ഉസ്താദും സഫീറും പുറപ്പെടുകയാണ്. എന്നാൽ തന്നെ കാണാൻ അതാ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന കാര്യം റിസ്വാന വക്കീൽ അറിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. എങ്കിലും ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് അവളത് കാണിച്ചില്ല. കാരണം എന്നെ ഇത്രയും പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട പിതാവ്, എന്നെ പഠിപ്പിച്ച് വളർത്തിയ എൻ്റെ പിതാവ്, ആ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും എതിര് പറയില്ല എന്നതായിരുന്നു അവളുടെ മനസ്സിനുള്ളിലുള്ള കാര്യം. നമ്മുടെ സഫീറിന് ഉമ്മയും ജ്യേഷ്ഠനും പറഞ്ഞ കാര്യത്തിൽ വിഷമമുണ്ട്. എങ്കിലും റിസ്വാന വക്കീലിനെ കാണാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതെ, ആ യാത്രക്കിടയിൽ അപ്പോൾ ആഷിയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. സഫീർ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരുന്നു. എന്നാൽ ആഷി ചോദിക്കുന്നു, അല്ല എന്തപ്പോ ഇത്രമാത്രം? ഒന്നുമില്ല. എന്താ ഓക്കെ അല്ലേ? അല്ലാതെന്താടാ, എന്താ ചെയ്യുക, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് വിധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്തായി. ഒരു പക്ഷേ അത് വിധിയില്ലെങ്കിൽ തട്ടിത്തിരിഞ്ഞ് പോയാലോ എന്നുള്ള ടെൻഷൻ മാത്രമാണ് എനിക്ക്. ആഷി, അതെ, ഞാൻ ഒരുപാട് കൊതിച്ചു പോയി. ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അതെനിക്ക് റിസ്വാന വക്കീലായിരിക്കണം. അതെൻ്റെ മനസ്സിലെ ആഗ്രഹമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ സമ്മതിക്കില്ലല്ലോ. ഇഷ്ടമാണ് പക്ഷെ സമ്മതിക്കില്ലടാ, ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. സഫീർ വിതുമ്പിപ്പോയി. എന്നാൽ ആഷി അല്പസമയം കാറൊന്ന് സ്ലോവിലാക്കി പറഞ്ഞു, എന്താ നീ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനിതൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. നീ വന്നതിന് ശേഷമാണ് ഇവിടെ നമ്മളൊരു വാഹനം എടുത്തതും ഞാൻ ഡ്രൈവിങ് ശരിക്കും സെറ്റാക്കി ഇവിടുത്തെ ലൈസൻസ് എടുത്തതൊക്കെ. എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഫീർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. അത് എൻ്റെ സഫീറിൻ്റെ ഇഷ്ടങ്ങൾ എനിക്കും സാധിപ്പിക്കണം എന്നുള്ളത് അതെൻ്റെ വാശിയാണ്. അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും വേണ്ടിയില്ല, ഞാൻ പറയാണ്, സത്യമായിട്ടും
റിസ്വാന വക്കീലിനെ കല്യാണം കഴിക്കണം കേട്ടോ. അതിലൊരു മാറ്റം ഉണ്ടാവരുത്. ഇനി എന്തൊക്കെ തന്നെ മാറ്റിമറിക്കുകയാണ്, ആരൊക്കെ തന്നെ എതിര് പറയുകയാണെങ്കിലും അത് രഹസ്യമായിട്ടെങ്കിലും, അവരോട് രഹസ്യമായിട്ടെങ്കിലും. പക്ഷേ എൻ്റെ ശിഷ്യയാണ് റിസ്വാന വക്കീൽ. അവൾ എനിക്ക് വേണ്ടി ഒരുപാട് വാദിച്ചതാണ്, പലയിടങ്ങളിലും സത്യത്തിന് വേണ്ടി പോരാടുന്നവളാണ് അവൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഫീർ അവളെ വിവാഹം കഴിക്കണം, ഉറപ്പായിട്ടും. അതെനിക്ക് ഇഷ്ടമാണ് ഒത്തിരി. എന്താ അതിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ആഷിയുടെ വാക്ക് കേട്ടപ്പോൾ സഫീറിൻ്റെ മനസ്സിൽ അല്പം ആശ്വാസം തോന്നി. എങ്കിലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു കനലെരിയുന്നുണ്ടായിരുന്നു. അത് തൻ്റെ ജസീർ ഇക്കാക്ക പറഞ്ഞ ആ ഒരു വാക്കുകൾ. തൻ്റെ ഇക്കാക്ക ഒരിക്കൽ പോലും സമ്മതിക്കില്ല. തൻ്റെ ഇക്കാക്ക വല്ലാത്ത സാധനം തന്നെയാണ്. തൻ്റെ ഇക്കാക്ക റബ്ബേ, ഇക്കാക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റബ്ബേ, ഒരാളെയും വെറുതെ വിടില്ല. പാവമായിരുന്നു ഹാദിയ. അവൾ ആ രീതിയിൽ കാട്ടിക്കൂട്ടിയില്ലേ, ഇനിയിപ്പോൾ അടുത്ത കക്ഷി ഇവളായിരിക്കും. ഇല്ല പഠിച്ചവനെ കാക്കണേ അല്ലാ. അവർ യാത്രയിലാണ്. എന്നാൽ ഈ സമയത്ത് റിസ്വാന വക്കീലിൻ്റെ വീട്ടിൽ ഉമ്മ അവിടെയെല്ലാം ഒരുക്കുകയാണ്. പിന്നെ നമ്മളെ നാട്ടിൽ ആണെങ്കിൽ അങ്ങനെ, ഇവിടെ ആണെങ്കിലും അതേക്ക, ഇവിടെ ആണെങ്കിലും നമ്മളെ വീട് പോലെ തന്നെയല്ലേ ഇത്. പിന്നെ നമ്മൾ എന്തൊക്കെ തന്നെയാലും ഇവിടേക്ക് വരുമ്പോഴേ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ സ്വീകരിക്കണ്ടേ. ഇൻഷാ അല്ലാ. ഏതായാലും പൊന്നു മോളെ, ഉപ്പ ഒരു കാര്യം പറയാം. റിസ്വാന വക്കീലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു. എന്തു ഉപ്പ? ഉപ്പാൻ്റെ കുട്ടിയോട് ഉപ്പാക്ക് പറയാനുള്ള വാക്ക് ഒന്നുമല്ല. എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. ഓലൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രം ഉപ്പാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഉപ്പാൻ്റെ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ ഇതിന് നിൽക്കുകയുള്ളൂ കേട്ടോ. എന്നാൽ അത് കേട്ടപ്പോൾ ശരിക്കും റിസ്വാന വക്കീൽ മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു. പാവൻ്റെ ഉപ്പ, റബ്ബേ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ പിതാവിനെ ഒരിക്കൽ പോലും വിഷമിപ്പിക്കില്ല എന്ന് അവളും വാഗ്ദാനമെടുത്തു. എന്നാൽ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് സഫീറിൻ്റെ കാര്യം ഓർമ്മ വന്നു. ഇൻഷാ അല്ലാ, അല്ലാഹുവേ, എന്തായാലും വേണ്ടില്ല, ഉപ്പ പറഞ്ഞ വാക്യം തെറ്റിക്കില്ല. എന്തായാലും ആഷി ഉസ്താദിനോട് ഒന്ന് വിളിച്ച് പറയണല്ലോ. എന്നാൽ ആഷി ഉസ്താദ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു റിസ്വാന വക്കീലിനോട് ഈ കാര്യം, ഞങ്ങൾ വരുന്ന കാര്യമോ ഒന്നും. അതെല്ലാം ഉപ്പയുമായി നേരിട്ട് തന്നെ പറയുകയായിരുന്നു ചെയ്തത്. ഒരിക്കൽ പോലും റിസ്വാന വക്കീലിനെ അത് അറിയിച്ചിട്ടില്ല. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് നമ്മുടെ ആഷി ഉസ്താദ് വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയം സംഭവം ഇങ്ങനെയൊക്കെയായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എൻ്റെ ഉസ്താദിനോട് തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ ചതിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി അതാ നേരെ ആഷി ഉസ്താദിന് റിസ്വാന വക്കീൽ മെസ്സേജ് അയക്കുന്നു. ഹലോ ഉസ്താദേ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, പിന്നെ ഇന്നൊന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ട് ഉസ്താദേ. എനിക്ക് പുറത്തു തരണം. സഫീറിനോട് പൊറുക്കാൻ പറയണം. കാരണം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ പിതാവിന് ഒരിക്കലും കണ്ണീര് കുടിപ്പിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പയുടെ ഇഷ്ടത്തിൽ നിൽക്കുകയാണ്. സഫീറിനോട് സോറി പറയണം. അതെ, മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നു, സാരല്ല, അതൊക്കെ പടച്ചവൻ്റെ വിധി പോലെയല്ലേ ഉസ്താദേ. എന്നാൽ ശരി. അവളുടെ ആ ഒരു മെസ്സേജ് ഒരു നിമിഷം ആഷി ഉസ്താദിൻ്റെ ഫോണിലേക്ക്. ആരപ്പോ മെസ്സേജ് അയച്ചത്? പെട്ടെന്ന് അതിനി വല്ല മെയിലും വന്നതായിരിക്കും. പക്ഷെ വാട്സപ്പിൻ്റെതായിരുന്നു അത്. ആഷി ഒരു നിമിഷം ആ ഫോണൊന്ന് ടച്ച് ചെയ്ത് നോക്കി. അല്ലാ, റിസ്വാന വക്കീലിൻ്റെ വോയിസ് മെസ്സേജാണ് വന്നിട്ടുള്ളത്. പഠിച്ചോനെ, ഇതിപ്പോൾ ആഷി കേട്ട് കഴിഞ്ഞാൽ. അവൻ പെട്ടെന്ന് ബ്ലൂടൂത്ത് അത് ഓൺ ചെയ്ത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ റിസ്വാന വക്കീൽ പറയുകയാണ്, ഉസ്താദേ ക്ഷമിക്കണം, അത് എന്നെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അത് അവളുടെ ആ ദയനീയമായ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരിക്കും ഉസ്താദിന് ചിരിയാണ് വന്നത്. ഉസ്താദ് പുഞ്ചിരിക്കുന്നത് സഫീർ ശ്രദ്ധിച്ചു. എന്താ ഉസ്താദ്, ആരാ? അല്ല, അത് എൻ്റെ ഒരു ശിഷ്യയാണ്. ഓ അങ്ങനെ. പിന്നെ എന്താ പറഞ്ഞത്? ഒന്നുമില്ല. എന്നാൽ സഫീറിനോടും കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. സഫീറും കരുതിയത് റിസ്വാന വക്കീൽ ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെന്നാണ്. എന്നാൽ ആഷി സർപ്രൈസ് ആക്കാമെന്നാണ് വിചാരിച്ചത്.
എന്തൊക്കെ തന്നെയായാലും അവരിതാ ബോർഡറും കടന്ന് യാത്ര ചെയ്യുകയാണ്. എന്ത് സുഖമാലേ ഈ യാത്ര. അതും ഈ മരുഭൂമിയിലൂടെയൊക്കെ പോകുമ്പോഴേ, ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ പോകുമ്പോഴേ അതിമനോഹരമായ കാഴ്ചകൾ അല്ലേ. അതെ സഫീർ, നിന്റെ മനസ്സൊന്ന് റിലാക്സ് ആകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഈ മാർഗം തിരഞ്ഞെടുത്തത്. ഫ്ലൈറ്റിന് പോകായിട്ടല്ല, പക്ഷെ ഇതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ അതാ അവർ രണ്ടുപേരും റിസ്വാന വക്കീലിൻ്റെ വീട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ ആ ഒരു സർപ്രൈസ് കാണുമ്പോൾ എന്തായിരിക്കും അവളുടെ മുഖത്തെ ഭാവമാറ്റം, അവളുടെ മനസ്സിൽ എന്തായിരിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.